Hi students, welcome. In this class we are going to discuss Cauchy convergence criteria. A sequence of real numbers is convergent if and only if it is Cauchy sequence. Okay, a sequence of real number is convergent if and only if it is a Cauchy sequence. So a sequence of real number convergent ആണെങ്കിൽ അതെന്താണ് Cauchy ആണ്. അതുപോലെ Cauchy sequence ആണെങ്കിൽ it is convergent. Okay. So consider the proof. So we have this lemma. We already lemma prove ചെയ്തതാണ്. If x equal to xn is a convergent sequence of real number, then x is a Cauchy sequence. അല്ലേ? So ഇതിൻ്റെ ഒരു പ്രൂഫ് ഒരു പാർട്ടാണിത്. ഈ Cauchy convergence ക്രൈറ്റീരിയൻ്റെ ഒരു പാർട്ടാണ്. അതായത് Cauchy convergence ക്രൈറ്റീരിയൻ്റെ ആദ്യത്തെ ഒന്നെന്ന് പറയുന്നത് കൺവേർജൻ്റ് ആണെങ്കിൽ Cauchy ആണെന്നുള്ളത്. അതിൻ്റെ കോൺവേഴ്സ് Cauchy ആണെങ്കിൽ കൺവേർജൻറ്റ്. സോ ഇതിൽ ആദ്യത്തെ പാർട്ടാണ് ഈ ഒരു ലെമ്മ പറയുന്നത്. അതായത് കൺവേർജൻ്റ് ആണെങ്കിൽ ആ സീക്വൻസ് Cauchy ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു പാർട്ട് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. അതിൻ്റെ കോൺവേഴ്സ് മാത്രം പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ. സോ ബൈ ദിസ് ലെമ്മ വി ഹാവ് എ കൺവേർജൻറ്റ് സീക്വൻസ് ഈസ് എ Cauchy സീക്വൻസ്. അപ്പോൾ നമ്മൾ കോൺവേഴ്സ് മാത്രമേ പ്രൂവ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ. സോ we have lemma this one. Okay, so therefore x equal to xn, therefore a convergent sequence is Cauchy sequence. ഇനി കോൺവേഴ്സ് പ്രൂവ് ചെയ്യാം. അപ്പോൾ കോൺവേഴ്സിൽ നമ്മൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? കോൺവേഴ്സിലി എന്താ കൺവേർജൻറ്റ് Cauchy ആണെങ്കിൽ കൺവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ. സോ കോൺവേഴ്സിലി സപ്പോസ് ദാറ്റ് കോൺവേഴ്സിലി ഓർ ലെറ്റ് എക്സ് ഈക്വൽ ടു xn be a Cauchy sequence. Cauchy sequence. ഓക്കെ. സോ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് ഇത് കൺവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ. സോ ലെറ്റ് x equal to xn be a Cauchy sequence, then we have to prove it is convergent. Okay. So to prove x is converged to some real number. Now നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നു. ഓക്കെ. We have this lemma. A Cauchy sequence of real numbers is bounded. Okay. So നമ്മളിവിടെ x എന്ന് പറയുന്നത് Cauchy sequence ആണ്. So by this lemma we can say this sequence is bounded. Okay. So we have lemma. A Cauchy sequence of real number is bounded. Therefore by this lemma x equal to sequence xn is bounded. Okay. ഈ ലെമ്മ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ഈ സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് പറയാം. Now we have also this one, the Bolzano-Weierstrass theorem. Bolzano-Weierstrass theorem എന്താ പറയുന്നത്? A bounded sequence of real numbers has a convergent subsequence. ഒരു ബൗണ്ടഡ് സീക്വൻസിന് എപ്പോഴും ഒരു കൺവേർജൻറ്റ് സബ്സീക്വൻസ് ഉണ്ടാവും. സോ നമുക്ക് ഈ ഒരു സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് കിട്ടി അല്ലേ? സോ ഇതിന് എന്തുണ്ടാവും? കൺവേർജൻറ്റ് സബ്സീക്വൻസ് ഉണ്ടാവും. സോ നമുക്ക് എന്ത് പറയാം? ബൈ Bolzano-Weierstrass theorem x has a convergent subsequence. Okay. ഒരു കൺവേർജൻറ്റ് സബ്സീക്വൻസ് ഉണ്ട്. it has a convergent subsequence. Okay. അത് ഞാൻ എന്താ എഴുതുന്നത്? അത് let it
സബ്സീക്വൻസ് എക്സ് ഡാഷ് എന്ന് എഴുതുന്നു. ഓക്കെ, എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് എൻ കെ ഓഫ് എക്സ് കൺവേർജൻ്റ് ആണെങ്കിൽ അതിനൊരു ലിമിറ്റ് ഉണ്ടാവും. ദാറ്റ് കൺവേർജസ് ടു സം റിയൽ നമ്പർ എക്സ്. ഓക്കെ, ഒരു സം റിയൽ നമ്പർ എക്സ് സ്റ്റാർ, ഒരു എക്സ് സ്റ്റാർ എന്ന് പറയുന്ന റിയൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സബ് സീക്വൻസ് ഉണ്ട് എന്ന് കിട്ടി. ഓക്കെ, നൗ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഒറിജിനൽ സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് സ്റ്റാർ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? സീക്വൻസ് എക്സ് എൻ കൺവേർജൻ്റ് ആണെന്ന് കിട്ടും. ഹെൻസ് ദി പ്രൂഫ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ്. അപ്പോൾ നമ്മൾ എന്താ ഇനി ചെയ്യേണ്ടു? ഈ സീക്വൻസ് എക്സ് നമുക്കൊരു എക്സ് സ്റ്റാർ ഉണ്ട് എന്ന് കിട്ടിയല്ലേ. അപ്പോൾ നമ്മളുടെ ഒറിജിനൽ സീക്വൻസ് എക്സ് എൻ എക്സ് സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടെന്ന് കൂടി പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് സ്റ്റാർ എന്നുള്ളത്. നോ സിൻസ് xn is a Cauchy sequence, the Cauchy sequence ആണ് നമ്മൾ ഓൾറെഡി സപ്പോസ് ചെയ്തിട്ടുണ്ട്. സോ ഗിവൺ epsilon greater than 0 there exists h of epsilon by 2 belongs to n such that if n comma m greater than or equal to h of epsilon by 2 n mod xn minus xm less than epsilon by 2. So this is by definition of Cauchy sequence. Okay, so Cauchy sequence in the definition prakaram there exists a natural number h of epsilon by 2 such that if n comma m greater than or equal to h of epsilon by 2 then mod xn minus xm is less than epsilon by 2. Okay, now നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ സീക്വൻസ് സബ് സീക്വൻസ് എക്സ് ഡാഷ് എവിടേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്? എക്സ് സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ബൈ ഡെഫിനേഷൻ എന്ത് കിട്ടും? ഓക്കെ, സിൻസ് സീക്വൻസ് എക്സ് എൻ കെ കൺവേർജസ് ടു എക്സ് സ്റ്റാർ എന്താ ഈ നമ്മൾ എടുക്കുന്ന റിയൽ നമ്പറിന് നാച്ചുറൽ എപ്സിലോണിന് ദർ ഈസ് എ natural number k of epsilon by 2, there is a natural number k belongs to n such that ഞാൻ ഇങ്ങനെ ചൂസ് ചെയ്യാണ്. അതായത് k greater than or equal to h of epsilon by 2 എന്നുള്ള രീതിയിൽ ചൂസ് ചെയ്യാണ്. ഓക്കെ, ബിലോങ്ങിങ് ടു അത് എവിടെ ഉണ്ടാവുക? നമ്മളുടെ സെറ്റ് n1 n2 എക്സെട്ര ആണല്ലേ. സോ ബിലോങ്ങിങ് ടു n1 n2 കാരണം ഇവിടെ നമ്മൾ സീക്വൻസിലുള്ള ടേംസ് എന്ന് പറഞ്ഞാൽ n1 n2 n3 ആണ്. സോ എച്ച് ഓഫ് കെ എന്ന് പറയുന്നത് ഏതിലുണ്ടാവുക? ഈ ഒരു സെറ്റിലുണ്ടാവുക n1 n2 n3 എക്സെട്ര. ഓക്കെ, സച്ച് ദാറ്റ് ആൻഡ് അങ്ങനെ ഇവിടെ മോഡ് എക്സ് എൻ കെ minus x star less than epsilon by 2 for all n greater than or equal to k. So ഇത് in particular കേക്കും ശരിയാവും അല്ലേ. സോ in particular നമുക്ക് എന്താ പറയുക? അതായത് this is true for all n k greater than or equal to k ആണ്. സോ n k equal to k ആകുമ്പോഴും ഇത് ശരിയാവണം. ഓക്കെ, സോ in particular mod x k minus x star is less than epsilon by 2. Okay, now അപ്പം ഇതിന് നമുക്ക് 1 എന്ന് വിളിക്കാം. ദിസ് വൺ ഈസ് 2. നൗ ഈ റിസൾട്ട് നോക്കിയേ. whenever n comma m greater than or equal to h of epsilon by 2 then mod xn minus xm less than epsilon by 2 ആണ്. സോ ഇവിടെ ഞാൻ m equal to k കൊടുക്കുകയാണെങ്കിൽ m equal to k കൊടുക്കുമ്പം അതും ശരിയാണ്. കാരണം k എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ ബൈ 2 ആയതുകൊണ്ട് m ഈക്വൽ ടു kക്ക് ഈ കണ്ടീഷൻ 1 സാറ്റിസ്ഫൈ ചെയ്യണം, ഇനിക്വാലിറ്റി 1 സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ. സോ നമുക്ക് എന്ത് എഴുതാം? സിൻസ് k ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ ബൈ 2 1 ഇംപ്ലൈസ് എന്താ എഴുതാം നമുക്ക്? മോഡ് എക്സ് എൻ അതായത് m ഈക്വൽ ടു k എടുക്കുവാണ്. ഓക്കെ,
എക്സ് കെ ലെസ് ദാൻ എപ്സിലോൺ ബൈ ടു. അപ്പോൾ ഇവിടെ എന്തേ ഉള്ളൂ? ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ. പിന്നെ അവിടെ എം ഇല്ല. ഓക്കെ, സോ കണ്ടീഷൻ വണ്ണിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടും. നൗ ഇഫ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ ബൈ ടു, നമുക്ക് എന്ത് കിട്ടും? ദിസ് എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാറിന് എന്ത് എഴുതാം? നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് സ്റ്റാറിന്. ഓക്കെ, സോ അത് കൺസിഡർ ചെയ്യാം. മോഡ് എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാർ ഈക്വൽ ടു അതിന് എങ്ങനെ എഴുതാം? എക്സ് എൻ മൈനസ് എക്സ് കെ പ്ലസ് എക്സ് കെ മൈനസ് എക്സ് സ്റ്റാർ. ഓക്കെ, സോ ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു mod xn minus xk plus mod xk minus x star. This one is less than epsilon by 2 since n is greater than or equal to h of epsilon by 2. ഇത് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, കണ്ടീഷൻ നമ്പർ 3 എന്ന് കിട്ടുന്നതാണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ mod xk minus x star കിട്ടുന്നത് കണ്ടീഷൻ നമ്പർ 2. ഓക്കെ, സോ അതും ശരിയാവുന്നത് for all n k greater than or equal to അല്ല, that is k constant ആണല്ലോ, അപ്പോൾ കുഴപ്പമില്ല. സോ ദിസ് ഈസ് ട്രൂ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. സോ എന്ത് കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ. സോ നമുക്ക് കിട്ടിയത് ഇതാണ്. ഇഫ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ ബൈ 2 മോഡ് എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാർ ലെസ് ദാൻ എപ്സിലോൺ കിട്ടി. സോ നമ്മൾ for a given epsilon greater than 0, നമുക്ക് എന്ത് കിട്ടി? there exists an h of epsilon by 2 belongs to n such that if n is greater than or equal to h of epsilon by 2 then mod xn minus x star less than epsilon. അതൊന്നും കൂടി വേണമെങ്കിൽ എഴുതാം. so for a given epsilon greater than 0 there exists h of epsilon by 2 belongs to n such that mod xn minus x star less than epsilon for all n greater than or equal to h of epsilon by 2. So this is the definition of xn converges to x star. Okay, therefore sequence xn converges to x star. Okay, sequence xn converges to x star. Thus sequence xn is convergent. Okay, നമുക്ക് convergent ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇറ്റ് ഈസ് കൺവേർജ്. അത് എഴുതണമെന്നില്ല, ലാസ്റ്റ് സെൻറ്റൻസ് ഇവിടെ തന്നെ ക്ലിയർ ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ദി പ്രൂഫ് ഓഫ് കോഷി കൺവേർജൻസ് ക്രൈറ്റീരിയ. So Cauchy convergence criteria എന്ന് പറഞ്ഞാൽ a sequence of real numbers is convergent if and only if it is Cauchy sequence. So first part convergent ആണെങ്കിൽ Cauchy എന്ന് പ്രൂവ് ചെയ്യണം. It is clear from this lemma. Okay, so ഇവിടെ ഓൾറെഡി ആ ഒരു ലെമ്മയിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് കൺവേർജൻറ്റ് സീക്വൻസ് ആണെങ്കിൽ ഇറ്റ് ഈസ് Cauchy എന്നുള്ളത്. So by this lemma we can prove first part. Now consider the converse part. Converse part പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? Cauchy ആണെങ്കിൽ കൺവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. So suppose x equal to xn is a Cauchy sequence, then we have to prove x is convergent to some real number. That x convergent ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് ഫ്രം ദിസ് ലെമ്മ എന്താ കിട്ടുക? ബൈ ദിസ് ലെമ്മ സീക്വൻസ് ബൗണ്ടഡ് ആണെന്ന് കിട്ടും. ദെൻ ബൈ ബോൾസാനോ-വെയർസ്ട്രാസ് തിയറം ഇറ്റ് ഹാസ് എ കൺവേർജൻറ്റ് സബ് സീക്വൻസ് എന്ന് കിട്ടും. അപ്പോൾ ആ സബ് സീക്വൻസ് എക്സ് സ്റ്റാറിലേക്ക് കൺവേർജ് ചെയ്യും നമ്മൾ സപ്പോസ് ചെയ്യും. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യാം? എന്താ ക്ലെയിം ചെയ്യുന്നത്? സീക്വൻസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് സ്റ്റാറിന് ക്ലെയിം ചെയ്യും. സോ അതിന് വേണ്ടിയിട്ട് ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0ന് എക്സ് എൻ കോഷി സീക്വൻസ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു എച്ച് ഓഫ് എപ്സിലോൺ ബൈ 2 എക്സിസ്റ്റ് ചെയ്യും സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. പിന്നെ എക്സ് എൻ കെ കൺവേർജസ് ടു എക്സ് സ്റ്റാർ ആയതുകൊണ്ട് ദർ എക്സിസ്റ്റ് കെ ബിലോങ്സ് ടു ദിസ് സെറ്റ് സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ കിട്ടും. പിന്നെ അത് എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെക്കാണ് ശരിയാവുന്നത്. സോ ഇൻ പെർട്ടിക്കുലർ എൻ കെ ഈക്വൽ ടു കെ ആകുമ്പോൾ ശരിയാവും. അതാണ് ഇത്. ഓക്കെ, നൗ ഇവിടെ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ഓഫ് എപ്സിലോൺ ബൈ 2 ആയതുകൊണ്ട് ഓക്കെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. നമ്മളിവിടെ എം ഈക്വൽ ടു കെ എന്ന് എടുത്താൽ ഈ കണ്ടീഷൻ എന്താവും? മോഡ് എക്സ് എൻ മൈനസ് എക്സ് കെ
ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. അതാണ് ഇവിടെ കിട്ടിയത് കണ്ടീഷൻ നമ്പർ 3. ഓക്കെ, നൗ മോഡ് എക്സ് എൻ മൈനസ് എക്സ് സ്റ്റാർ എന്താ കിട്ടുക? ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്താൽ ദാറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. വെൻ n greater than or equal to h of epsilon by 2. That is, if n is greater than or equal to h of epsilon by 2, then mod xn minus x star is less than epsilon. So, therefore, sequence xn is convergent.